ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനിവിടെ ഫിഷ് കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതൊരു മഞ്ചൂരിയൻ ടൈപ്പ് ഫിഷാണ്. സാധാരണ മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കുമ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ഫിഷാണ് എടുക്കാറുള്ളത്. ഇവിടെ ഞാൻ മുള്ളോട് കൂടിയിട്ടുള്ള 400 ഗ്രാം ഫിഷാണ് എടുത്തിട്ടുള്ളത്. കാളാഞ്ചി എന്ന് പറയുന്ന ഒരു ഫിഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഒരു മുട്ട നമുക്ക് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് വേണ്ട കേട്ടോ. ഞാനിത് ചെറിയ മുട്ട ആയതുകൊണ്ട് മുഴുവനായിട്ട് തന്നെ എടുത്തതുകൊണ്ട് ബാറ്റർ കുറച്ച് ലൂസായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള മുട്ട മാത്രം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇത് മിക്സ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. മുട്ടയിലേക്ക് 1 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം ഈ മസാല നമുക്ക് ഫിഷിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അരമണിക്കൂർ ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം ഓരോ പീസായിട്ട് എടുത്ത് വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് നമ്മളൊരു കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ലോ ഫ്ലെയിമിലോ അതല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഈ കോട്ടിംഗ് ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും, നമ്മുടെ മീൻ നമുക്ക് വെന്ത് കിട്ടുകയില്ല. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഫ്രൈ ആയി കഴിയുമ്പോൾ കോരി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം 1 ടീസ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. അതിനുശേഷം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത ഒരു മീഡിയം സൈസ് സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു വലിയ പച്ചമുളക് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം വരും. പിന്നെ ഒരു കാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം ഒന്ന് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം ഒരു 1/4 കപ്പോളം വെള്ളം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോൾ നല്ല തിക്കായിട്ട് വന്നോളൂ കേട്ടോ. 1/4 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലോണം തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതിൽ ചേർത്തിരിക്കുന്ന സോസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മീനിൻ്റെ പീസസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് 1-2 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ തിളച്ച് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. സ്പ്രിംഗ് ഒനിയൻ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ഫിഷ് മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക്